ഭരണ വിരുദ്ധ വികാരം. ഖജനാവിൽ വരുന്ന പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു? ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിഞ്ഞു. കേരളത്തിൽ UDF തരംഗം. NDAയ്ക്കും ഒരു സീറ്റ് കിട്ടി. ഇടതുപക്ഷം അമ്പേ പരാജയപ്പെട്ടു. എന്തേ കാരണങ്ങൾ? ജനഹിതമറിയാം. ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നു. കേരളത്തിൽ ഭരിക്കുന്ന മുന്നണിക്ക്, ഇടതു മുന്നണിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. 20 സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് LDF ജയിച്ചത്. ശരിക്കും എന്താണ് LDFന് സംഭവിച്ചത്? ജനവിധിയാണ് മെയിനായിട്ടുള്ള കാര്യം. തിരിച്ചടി പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തിരിച്ചടി തന്നെയാണോ LDFന്? തിരിച്ചടി എന്ന് കരുതാൻ കഴിയുമോ? തിരിച്ചടി എന്ന് പറയാം. അത് ഈ ഭരണത്തിന്റെ വിരുദ്ധ വികാരമാണോ? ശരിക്കും ഭരണവിരുദ്ധ വികാരമുണ്ട്. പല ആൾക്കാർ ഇപ്പൊ അനുയോജ്യമായിട്ടല്ലല്ല. കാരണം ആൾക്കാർ ജനവിധിയാണ് മെയിനായിട്ട് നമ്മളിപ്പോ കണ്ടത്. നമ്മൾ കോൺഗ്രസിന് UDFന് വലിയ മുന്നേറ്റം സാധിച്ചു. UDFന് നല്ല മുന്നേറ്റം ഉണ്ടായി. നല്ല രീതിയിൽ 18 സീറ്റ് UDFന് കിട്ടി. ഒരു സീറ്റ് സുരേഷ് ഗോപി കിട്ടി. അത് പുള്ളി BJP ആണ്. പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള മുൻപ് രാജഗോപാലൻ കിട്ടിയതുപോലെ വ്യക്തിപരമായ ഒരു പുള്ളി എന്നുള്ളതിന്റെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ആൾക്കാർക്കും അറിയാം. പുള്ളിയെ സംബന്ധിച്ച് ചെയ്യുമെന്നുള്ള അനുഭവിയാണ്. ആ ഒരു പുള്ളി ജയിച്ചതിന് സന്തോഷമുണ്ട്. അപ്പോ കേരളത്തില് സർക്കാരിനെതിരെ വലിയൊരു വികാരം ഉണ്ടായി. സർക്കാരിനെതിരെ വലിയൊരു വികാരം ഉണ്ടായി. വലിയൊരു വികാരം. അതാണ് ഈ ആൾക്കാർ ഇത്രയും ശക്തമായി നിന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരു തിരിച്ചടി പോലെ ഇത് വരുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. സർക്കാരിനെതിരെ ഇത്രയും വലിയൊരു ജനവികാരം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? ഒരുപാട് കാരണങ്ങൾ പറയാൻ കഴിയും. കാര്യങ്ങളെന്ന് വെച്ചാൽ അവരെ ചില പ്രവൃത്തികള് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ. പിന്നെ രണ്ടാമതും വന്ന് അവരത് പല കാര്യങ്ങളിലും ആളുകൾക്ക് ഒരു വെറുപ്പുണ്ടായി. ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയാം അവരാണ് ചെയ്തതെന്ന് കാര്യങ്ങൾ. ആൾക്കാർക്കും പെണ്ണുങ്ങൾ തന്നെ കാര്യം തന്നെ പ്രത്യേകിച്ചുണ്ട് പറയാനുണ്ട്. അതാണ് അവസ്ഥ. ട്രാൻസ്പോർട്ടില് പെൻഷൻ കിട്ടുന്നില്ല. ശമ്പളം പോലും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഖജനാവിൽ വരുന്ന പൈസ ഇല്ല. എങ്ങോട്ട് പോകുന്നുണ്ട്? എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ കരം അടയ്ക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആകെ പ്രതീക്ഷയോട് ഇരിക്കുന്ന പെൻഷനാണ്. ആ പെൻഷൻ എവിടെ, എങ്ങോട്ട് പോകുന്നു? കൃത്യമായി പെൻഷനും കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. അതിന് നമ്മൾ ആരടുത്ത് ഇനി പരാതി മാത്രമല്ല, ഈ സർക്കാർ കയറിയതിനു ശേഷം ഇതുവരെയും ഞങ്ങൾക്ക് DA-യിലാണ് കിട്ടുന്നില്ല. റവന്യൂ വരുമാനം കൊണ്ട് ശമ്പളവും അതുപോലെ പെൻഷനും തന്നുകൊണ്ടിരുന്ന അവർക്ക് ഇപ്പൊ ആ റവന്യൂ കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യണം നമുക്ക് അറിയാൻ പാടില്ല. എന്നും കടം. ഈ കടം വാങ്ങിച്ച ഒരു കുടുംബനാഥ വീട് നോക്കിയാൽ എത്ര എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കടം കൊടുക്കും. അത് കഴിയുമ്പോൾ കുടുംബം എങ്ങനെ പോകും? അതുപോലെ ഈ മന്ത്രിസഭ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ഈ മന്ത്രിസഭ എവിടെ ചെന്ന് ഇടിച്ചു വയ്ക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം, നമുക്കും അറിയാം. പിന്നെ വേറെ ഒരു അഭിപ്രായം ഇല്ല മോനെ പറയാനായിട്ട്. ഇവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും ഇനി കയറുന്ന മന്ത്രിസഭയിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കാൻ അടുത്ത് വരുന്നവർക്ക് വലിയ ബാധ്യതയാവും. കടം കുമിച്ച് ഇട്ടിട്ടല്ലേ പോകുന്നത്. അതായത് ട്രഷറിയൊക്കെ എന്തോന്ന് പൂച്ച കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു 5-6 പൂച്ചകൾ കെട്ടിയിടുന്ന അടുത്ത ഭരണം വരുമ്പോ അവരെന്ത് എങ്ങനെ ചെയ്യും? അപ്പോഴും ജനങ്ങൾ അവരെ ആയിരിക്കും കുറ്റം പറയുന്നത്. അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഇരിക്കുന്നവര് പ്രതിപക്ഷത്ത് വന്നാലും അവർ കുറ്റം പറയും. അതെ, ആരായിരുന്നാലും നമുക്ക് പ്രതിപക്ഷം ഭരണപക്ഷം അല്ല. പൊതുവെ ജനങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആര് വന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചല്ല സംസാരിക്കുന്നത്. പൊതുവെ നമ്മൾ കാണുന്ന കാര്യങ്ങള് വിലയിരുത്തുന്നത്. പിന്നെ ഭയങ്കര സാധന വില കൂടി. ഉള്ളിക്കെല്ലാം ഇപ്പൊ എത്രയെന്നറിയാം? 1 കിലോയ്ക്ക് 80 രൂപ ചെറിയ ഉള്ളി. പണ്ട് നമ്മളെല്ലാം 5 രൂപ കൊണ്ട് കടയിൽ പോയി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒന്നും ഇല്ല വാങ്ങാൻ. അതേസമയം നമുക്ക് മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ വില കുറച്ച് എന്തെല്ലാം സാധനം തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ അത് തരാത്തെ? ഇപ്പൊ സബ്സിഡി ഇല്ല. അപ്പൊ എത്ര ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ കാർഡില്ല. ഞങ്ങൾക്ക് വെള്ള കാർഡാണ്. എനിക്ക് പെൻഷൻകാരിയാണ് ഞാൻ. എനിക്ക് മരുന്ന് 6200 രൂപ. ഇവരെന്റെ 500 രൂപ പിടിക്കുന്നുണ്ട്.
മെഡിസപ്പ് എന്നും പറഞ്ഞുണ്ട്. എവിടെ എനിക്ക് 2 വർഷമായിട്ട് എനിക്ക് അസുഖം വന്നാൽ ഞാൻ പൈസ കൊടുത്തല്ലേ മരുന്ന് മേടിക്കണം. അവര് ഇത് പിടിച്ചിട്ട് എന്നാ മോനെ കാര്യം? ഒരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ജോലിയായി അവരിൽ നിന്ന് റിട്ടയർഡായി പെൻഷൻ കിട്ടി ആ കുടുംബം നോക്കാൻ അവർക്ക് കഴിയത്തില്ല. പിന്നെ ഈ DA വർദ്ധിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന നമുക്കതൊരു അതുമില്ല, അതും തരുന്നില്ല. പിന്നെ ഇവര് ഭരിച്ചിട്ട് എന്നാ കാര്യം? അതുകൊണ്ടാണോ ഈ ഇലക്ഷനിൽ ജനങ്ങൾ മൊത്തത്തില്? പിന്നല്ലാതെ കിട്ടും. അവർക്ക് അവരൊരു ചെയ്യുമ്പോ മോൻ തന്നെ ഒരു കുറ്റം ചെയ്താ മോൻ അത് തിരിച്ചു കിട്ടണ്ടേ? പിന്നെ അല്ലെങ്കിൽ എന്ത് നീതി കിട്ടുമോ? ഒരിക്കലും നീതി കിട്ടില്ല. ഇത് ജനങ്ങൾ കൊടുത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഷോക്ക് ട്രീറ്റ്മെന്റ്. അതെ. ഇനിയെങ്കിലും ഈ 2 വർഷമെങ്കിലും കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി ലേബലെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതും ഉണ്ടാവാൻ പോണില്ല. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് തകർന്ന് തരിപ്പണമായി സർവ്വ മേഖലകളും തകർന്നു. പൊടിയെ നമുക്ക് വാരി കൂട്ടാൻ പറ്റുമോ? പൊടി അവസ്ഥയിലായി. ഇനി എങ്ങനെയെങ്കിലും അവർക്കും ഇനി ഇറങ്ങിയാൽ മതിയെന്നുള്ള ഒരു മതിയാക്കാനുള്ള അവസ്ഥയില്ല. അത് പോകയുമില്ല. ആ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുമ്പോഴത്തേക്ക് പിണറായി മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വാർത്ത, ചിലർക്ക് കടിച്ചു തൂങ്ങിയിരിക്കുന്നത് ഒരു രസം തന്നെ എന്നുള്ള ഒരു വാചകം. എങ്ങനെ ഈ വാചകം എങ്ങനെയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞു. ഇപ്പോഴും അതിനേക്കാളും പ്രതിസന്ധിയിലാണ് ഇദ്ദേഹം, അതിനേക്കാളും കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആവശ്യം ഭരണാധികാരി എന്ന ജനങ്ങളുടെ പിന്തുണയോടെ പറഞ്ഞു കൊടുത്ത് പറയിക്കട്ടെ. ഞങ്ങളെ പോലെ നമുക്കൊരു നല്ല ഭരണം കാഴ്ചവെച്ചാലല്ലേ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളിപ്പോ 1000 രൂപ കൊണ്ടുവച്ചാൽ ഒരു ദിവസം ഒരു വീട് ചെലവഴിക്കില്ല. പലവ്യഞ്ജനങ്ങളുടെ കുതിച്ചിട്ട് മലക്കറികളുടെ വില, മീനിൻ്റെത് ഇപ്പൊ ഒരു ഫാമിലിയിലെന്ന് പറയണ ഒരു അച്ഛൻ, അമ്മ, ഒരു മോൻ അല്ലെങ്കിൽ മരുമോള്, ഒരു 1-2 കുട്ടികൾ, 1000 രൂപ മതിയായി. ഈ പ്രതിസന്ധിയിൽ 1000 രൂപയൊന്നും തികത്തില്ല. പിന്നെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ മരുന്നൊക്കെ വാങ്ങണം. ഒരു ഇൻസുലിൻ മെഡിക്കൽ കോളേജിലാണെന്ന് പറയണ ഒരു മരുന്നുമില്ല. മെഡിസിനൊക്കെ ഞാനൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. ഒരു ഇൻസുലിന് 3060 രൂപയൊക്കെ, 360 രൂപയാണ്. അങ്ങനെ എങ്ങനെ നമ്മൾ മക്കളെ എത്ര ആശ്രയിക്കാൻ പറ്റും? ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാക്കി. ഇപ്പോഴും മാത്രല്ല, ഇനി പോകുന്ന കാലത്തോളം ഈ ബുദ്ധിമുട്ട് കൂടെയുള്ളു. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ വന്നാലേ മനുഷ്യരെല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ തുല്യ നീതിയും കിട്ടുന്ന ഒരു ഭരണം വരും. ദൈവം മനുഷ്യരെ ഭരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അല്ല ഒരു മനുഷ്യർക്കും ഒരു ലോക്സഭാ ഇലക്ഷന്റെ ഒരു റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ ഇടതുമുന്നണിക്ക് വലിയ തകർച്ചയാണ് സംഭവിച്ചത്. എന്താണ് കാരണം? ഇപ്പൊ തകർച്ച സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ എന്താണ് ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ എനിക്കൊന്നും ഇല്ല. അല്ല, UDF ആണ് കൂടുതലും ജയിച്ചത്. UDF ആണ് കൂടുതൽ. LDF ഒരുപാട് ഒരു സീറ്റ് മാത്രം ജയിച്ചു, അത്രയാണ്. അത് ഇന്നത്തെ പേപ്പറിലും കൊടുക്കുന്നുണ്ട്. ശരിക്കും ജനങ്ങൾ മൊത്തം LDF-നെ കൈവിട്ടു. അത് കണ്ടു ഇരിക്കട്ടെ. ജനങ്ങൾ മൊത്തം LDF-നെ കൈവിട്ട ഒരു ഇതാണ്. അതായത് ഇപ്പൊ ഈ ശശി തരൂർ ജയിക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മളെ ഈ നിയോജക മണ്ഡലം പല ഏരിയകളിലും ഈ സമൂഹത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സമൂഹ വോട്ടുകളാണ് ഇവിടുത്തെ പിന്തിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. സമൂഹ വോട്ട് അതാണ് സംഭവിച്ചത്. അതാണ് ഇപ്പൊ ഈ സംഭവിക്കണ. അങ്ങനെ ഇലക്ഷന്റെ ഒരു റിസൾട്ട് പുറത്തു വന്നു. ലോക്സഭാ ഇലക്ഷന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് വലിയൊരു തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ മാത്രം നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. എന്താണ് ശരിക്കും സർക്കാരിന്റെ ജനങ്ങൾ കൈവിട്ടെന്ന് തന്നെയല്ലേ പറയാൻ പറ്റുന്നത്. ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് അതന്നല്ലേ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. തീർച്ചയായും എന്താണ് അതിന് കാരണമായി നമുക്ക് മനസ്സിലാവുന്നത്? പല വിധത്തിലാണ്. ഇപ്പം ഇത് എങ്ങനെയാണ് ഒരു ജനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതനുസൃതമായിട്ടിരിക്കും. അവരുടേതായ പല വിധത്തിലുള്ള ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ ഗവൺമെന്റിന് പറ്റിയിട്ടില്ല എന്നതാണ് നമുക്ക് ബേസിക് ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നത്. സർക്കാരിന് ശരിക്കും ഭരണം ജനങ്ങൾക്ക് വലിയ ദുരിതം ആയി എന്ന് കരുതാൻ പറ്റും. അങ്ങനെ കരുതാൻ പറ്റുമെന്ന് ഒരു ലോകസഭയും സ്റ്റേറ്റ്സും രണ്ടും തമ്മിൽ 2 ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഒന്നടങ്കം മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എവിടെയോ ഒരു കരടുണ്ട് എന്നത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ട്. പൊതുവിൽ നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം അവതരിപ്പിച്ചത്. നല്ല സ്ഥാനാർത്ഥികൾ, മികച്ച സ്ഥാനാർത്ഥികൾ, അവരുടെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥികൾ. എങ്കിൽ പോലും അവർക്ക് ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല.
നല്ല ഭൂരിപക്ഷത്തിൽ 1 ലക്ഷവും 2 ലക്ഷവും ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുകയും ചെയ്തു. അതെ. അപ്പോൾ ജനഹിതം സർക്കാരിന് വളരെ എതിർപ്പുകൾ നൽകുന്നു എന്നുള്ള ഒരു ഇതല്ലേ ഇപ്പോൾ കാണും. ആണെങ്കിൽ പോലും പക്ഷെ അത് സെൻട്രലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണുന്നുണ്ട്. നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ടോട്ടലായിട്ടുള്ള ഒരു ഇത്. അതിന്റെ ബേസിസിൽ ഒരു വോട്ട് തിരിഞ്ഞു എന്നതാണ്. കാരണം ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നത് രണ്ടും ഇടതായാലും വലതായാലും അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് തന്നെ ജയിക്കട്ടെ എന്ന് ജനം കരുതിയിരിക്കും. അങ്ങനെ ആയിരിക്കാം എന്നാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ജനവികാരം ഒരു സൈഡ് മാത്രം കണക്ട് ചെയ്യേണ്ടതല്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ച അത്രയ്ക്കുള്ള ഒരു പെർഫോമൻസ് കണക്ട് ചെയ്യാനും പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി, പക്ഷെങ്കിലും ഭരണത്തിനോട് അടുത്തിട്ടില്ല ഇതുവരെ. അടുത്തിട്ടില്ല. ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് എന്നത് തന്നെയാണ്. അത് രണ്ട് വ്യക്തികൾക്ക്, അതായത് ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന വ്യക്തികളും കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റും കൂടെ. തീർച്ചയായും ഒരു ഡെമോക്രാറ്റിക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡെമോക്രസി എന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇതൊരു വളരെ നല്ലൊരു ട്രെൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളൊരു നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടെ. തീർച്ചയായും വൺ സൈഡഡ് അഫയർ അല്ല. ഞാൻ മാത്രം അങ്ങനെയുള്ള തോട്ടല്ല. ഒരു ഭരണ മികവ് മാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ കാണുന്നത് എന്നുള്ളതിന്റെ. ജനങ്ങൾ ആർക്ക് നന്നായി ആരാണോ ആക്ട് ചെയ്യുന്നത് അവരെ ജനം പിന്തുണയ്ക്കും എന്നൊരു സാഹചര്യം ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. വൺ സൈഡഡ് അഫയർ അല്ല, ഒരിക്കലും ഒരു സൈഡ് മാത്രം പിടിച്ചുകൊണ്ടുള്ള ഒരു ഇതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇനി ഈ ഒരു തിരിച്ചടിയിൽ നിന്നും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു മടങ്ങി വരവ് ഉണ്ടാവണമെന്ന് തന്നെ പ്രതീക്ഷ. ഇപ്പൊ ഇത് മുമ്പത്തെ പ്രാവശ്യം അങ്ങനെയാണല്ലോ, നമ്മൾ റിട്ടേൺസ് കണ്ടായിരുന്നല്ലോ. നല്ല രീതിയിൽ ഇപ്പൊ അടുത്ത 2 വർഷത്തേക്കുള്ള മികവ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചുവരവ് ഉണ്ടാവാം, അതല്ലെങ്കിൽ തിരിച്ചുപോക്കും ഉണ്ടാവാം. അത് രണ്ടും ഭരണകർത്താക്കൾ വിധി എഴുതുന്നത് പോലെ ഇരിക്കും. 2 വർഷം എങ്ങനെയാണ് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. അത് ഇതൊരു തെറ്റുകളിൽ നിന്നുള്ള പാഠം പഠിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ടിനെ എങ്ങനെ കാണുന്നു? ഇലക്ഷൻ റിസൾട്ട് എല്ലാം വരുന്നതാണല്ലോ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അത് തന്നെയാണ്. അല്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയൊരു ചേഞ്ച് തന്നെയാണ് ഉണ്ടായത്. അതെ, തിരിച്ചടിയാണ് ഉണ്ടായത്. നില മെച്ചപ്പെടുത്താൻ ജനങ്ങളോട് അല്പം കൂടെ നല്ല രീതിയിൽ ഇടപെടാൻ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ജനം ചെയ്തതാണോ അങ്ങനെ? അതല്ല ഒരു ഭരണമാറ്റം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനങ്ങള് ചെയ്യുകയാണ്. പക്ഷെ അത് അല്ല എന്നുള്ളത് നമുക്കും എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കാം. അതെ, അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും സർക്കാർ പാഠം ഉൾക്കൊള്ളണം. കൊണ്ടാൽ വീണ്ടും ഉൾക്കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും അവർക്ക് തന്നെ ആയിരിക്കാം വിജയിച്ചു വരാൻ കഴിയും. തീർച്ചയായും. ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ UDF തകർത്തുവാൻ LDF-ന് വലിയ അടിയാണ് കിട്ടിയത്. ഒരു സീറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ശരിക്കും ഇനി ഒരു ഭരണമാറ്റം കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ആർക്കും വോട്ട് ചെയ്തില്ല. ഞാൻ നോട്ടൊക്കെയാണ് കുത്തിയത്. ആരും വിശ്വാസമില്ലെന്നാണ്? ഒരു പാർട്ടി വിശ്വാസമില്ല. ഒരു പാർട്ടീനെ വിശ്വാസമില്ല. നമ്മളവിടെ പൗണ്ടട വാർഡാണ്, കഴക്കൂട്ട മണ്ഡലത്തിൽ പൗണ്ടട വാർഡെന്നാണ് നമ്മളെ സ്ഥലം. അവിടെ ഒരു പ്രാവശ്യം വന്നൊന്ന് നോക്കണം. ഒരു പ്രാവശ്യം വന്നാൽ IT മേഖലയാണ്. ഇൻഫോസിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളെ സ്ഥലം. അവിടെ വന്ന് നേരെ നമ്മളെ ഏരിയയിലോട്ട് കയറാൻ നല്ലൊരു റോഡില്ല. അവിടുത്തെ കൗൺസിലറെയോ നഗരസഭയോ സർക്കാരിൻ്റെ MLA-യോ നമ്മുടെ അവിടെ MLA ഉണ്ടല്ലോ, കഴക്കൂട്ടല്ലേ മണ്ഡലം, കടകംപള്ളി. അപ്പോൾ അവരാരെങ്കിലും ഇക്കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല? എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അറിയാം, അവർക്ക് എല്ലാവർക്കും എല്ലാം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും എല്ലാം ശരിയാക്കി തരാമോ? വീഡിയോ വരുന്നുണ്ട്. ഞങ്ങള് വർഷങ്ങളുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്. അവിടെ ഞങ്ങൾ ഗ്രൗണ്ടിന് വേണ്ടി എഴുതി കൊടുത്തിട്ട് വർഷങ്ങൾ കുറേയായി. എൻ്റെ അച്ഛൻ്റെയൊക്കെ ടൈമിൽ എഴുതി കൊടുത്തതാണ്. അപ്പം ഞങ്ങൾ ഈ പ്രായം വരെ എത്തി. ഇതൊരു കയറ്റ് അപ്പം നമ്മൾ യുവാക്കളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്രാവശ്യം ആർക്കും കൊടുക്കണ്ട, നോട്ടയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യണ്ട, നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആരെയും വിശ്വാസമില്ല.
ആരെയും വിശ്വാസമില്ല. പറഞ്ഞു പറ്റിക്കുന്നത് MP ഉണ്ടായിരുന്നു, മേയർ, MLA, കൗൺസിലർ, ഇവരാരും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ട് നല്ലൊരു റോഡില്ല, ഒരു ലൈബ്രറി ഇല്ല, ഒരു ഗ്രൗണ്ട് ഇല്ല, ഇതൊന്നുമില്ല, ഒരു മാർക്കറ്റ് ഇല്ല. പക്ഷെ പേര് പൗണ്ടയുടെ വാർഡ്. ആ ഒരവസ്ഥ ഒന്നാലോചിച്ച് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ആർക്കും ചെയ്തിട്ടില്ല. ആര് വന്നാലും നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അത്തരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി പരിഹാരം കാണണ്ടേ? പരിഹാരം ആര് വന്നാലും കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും ഒരു പ്രതീക്ഷ വയ്ക്കണം, സമീപിച്ചുകൊണ്ടേയിരിക്കണം നേതാക്കളെ, ജനപ്രതിനിധികളെ. എല്ലാ വർഷവും എല്ലാ ടൈമിലും ഇതിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇപ്പം വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് എല്ലാവരും പറയണം. ആരും വരുന്നില്ല. അതാണ് ചേട്ടാ, ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നു. കേരളത്തിൽ UDFന്റെ തരംഗമായിരുന്നു. BJP സുരേഷ് ഗോപിയിലൂടെ ഒരു സീറ്റ് നേടി. ഒരു സീറ്റ് ചെറിയ ഭൂരിപക്ഷത്തിന് LDFും നേടി. എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോൾ ഇവിടെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിട്ട് ആണെങ്കിൽ ശരിക്കും ഭരണ വിരുദ്ധ വികാരം പ്രകടമാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് എല്ലാ മേഖലകളിലും നന്നായി പ്രതിഫലിച്ചു. അത് തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഘടകം. പിന്നെ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ കുപ്രചരണങ്ങളെല്ലാം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൻ്റെ ഇതിൽ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടായി. ആ തരത്തിൽ കുറച്ച് വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായി. എന്നാൽ വോട്ട് ഷെയറിൽ കുറവുണ്ടായിട്ടില്ല. വോട്ട് ഷെയർ നമ്മൾ പരിശോധിച്ചാൽ 2019 കൂടുതൽ വോട്ട് ഇപ്പോൾ നമ്മൾ നേടിയിട്ടുണ്ട് ദേശീയ ജനാധിപത്യ എന്ന് വിചാരിച്ചിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ച കക്ഷി എന്ന് പറയുന്നത് BJP തന്നെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ കക്ഷിയും BJP തന്നെയാണ്. BJP തന്നെയാണ് ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കും. അത് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. മുന്നണി സംവിധാനത്തിൽ NDA മുന്നണി ഇവിടെ നോക്കിയാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം ഭരിക്കണതും ഇപ്പൊ ഒറ്റയ്ക്കല്ലല്ലോ ഭരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കല്ലല്ലോ ഭരിക്കുന്നത്. അതിനകത്തൊരു 5-6 ഘടകകക്ഷികളെ കൂടെ ചേർത്തിട്ടല്ലേ ഇവിടെ. അല്ല, അതങ്ങനെ ഉണ്ട്. 66 സീറ്റ് കൊണ്ടല്ലേ ഉള്ളൂ ഇവിടെ. 66 സീറ്റ് കൊണ്ട് ഭൂരിപക്ഷം ഇല്ലല്ലോ. 66 സീറ്റ് കൊണ്ട് ഭൂരിപക്ഷം ആവുന്നില്ല. 70 സീറ്റിന് പുറത്ത് വരണ്ടേ, ഉണ്ടെങ്കിലല്ലേ ഭൂരിപക്ഷം ആവുള്ളൂ. അപ്പം ഇവിടെയും പിന്നെ സഖ്യം തന്നെയാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിലും സഖ്യം തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. അവർക്കിപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പിന്നെ വോട്ട് വാങ്ങിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളതും BJPക്കാണ്. 240ഓളം സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ പിന്നെ സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ട് ഇപ്പം ഏകദേശം 293-94 സീറ്റിൽ എത്തിയിട്ടുണ്ട്. അത് സ്ട്രാറ്റജിയാണ്. അതിപ്പോ ഏതൊരു പിന്നെ തെരഞ്ഞെടുപ്പിലും പിന്നെ അങ്ങനെ അല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം പിന്നെ ഈ ഞങ്ങൾ ഒറ്റ സീറ്റിൽ ഒതുങ്ങുമെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഞങ്ങൾ ഒതുങ്ങുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതും 12 കിട്ടും 15 കിട്ടും എന്നൊക്കെ തന്നെയാണ് അവരും പറഞ്ഞത്. പക്ഷെ അവർ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയില്ലേ. അപ്പം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച്, ഇവിടെ BJPയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച് ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അതിലൊന്നും ഒരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ട് ഷെയറിനകത്തും കുറവ് വന്നിട്ടില്ല. ബട്ട് സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ
പാർട്ടി ഘടകങ്ങൾ പരിശോധിക്കും. സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതല്ല, ഒരു സീറ്റേ കിട്ടിയോ എന്നുള്ളതാണ്. അല്ല, കേരളത്തെ സംബന്ധിച്ച് ഒരു സീറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സീറ്റ് വലിയ ഉണ്ടായിരുന്നു. പ്രതീക്ഷയില്ലായിരുന്നു. അല്ല, ഇപ്പൊ ഇന്ത്യയില് കഴിഞ്ഞ 19 സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിലൊന്നും ഇവിടെ BJPക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വൻ വിജയമാണ്. കാരണം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ആ സീറ്റ്. തിരുവനന്തപുരത്ത് വിജയിക്കാനായില്ല. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഏകദേശം വിജയത്തോട് അടുത്തതാണ്. പക്ഷേ ചില കാരണങ്ങൾ അതിനകത്തുണ്ടായി. ഇവരുടെ കുറെ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ നമുക്ക് എതിരായിട്ട് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്ത് മറ്റു പലതരത്തിലും പ്രവർത്തിച്ചു, എങ്കിൽ പോലും വിജയിക്കാൻ തന്നെ. പിന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ കുറവ് തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ വിജയത്തിന് പരാജയത്തിന് ചെറിയൊരു കാരണമായി മാറിയത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ 12 മണി വരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏകദേശം 25,000 വോട്ടിന് ലീഡ് ചെയ്ത് വന്നതാണ്. അതിൽ നിന്നാണ് മറ്റേ വലിയ വിഷമമുണ്ട്. അതിൽ നിന്ന് വന്നതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പടിപടിയായിട്ടാണല്ലോ, ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടി വരികയാണ്. ഞങ്ങളിതൊന്നും അല്ലല്ലോ, ഞങ്ങൾ വെറുതെ ചെറിയ മാർജിനിൽ തുടങ്ങിയതല്ലേ. ഇപ്പം ലോക്സഭയിലായാലും 2 സീറ്റിൽ നിന്നാണ് ഞങ്ങൾ തുടക്കം. അപ്പൊ 2 സീറ്റിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും ഞങ്ങളൊരു ഗണ്യമായ ശക്തി തന്നെയാണ്. ഞങ്ങളെ ആർക്കും തന്നെ ഇവിടെ വേറെ ഒരു ശക്തിക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും പോലെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 5,000 വോട്ടിന് വരെ പിന്നിൽ പോയിട്ട് അതൊക്കെ ഉണ്ടാവും. അല്ല, അത് ഇപ്പൊ 77 നടന്ന ഇവിടെ 77 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ഉണ്ടായത്? കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയല്ലേ ഇവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. 400 സീറ്റുകളിലല്ലേ അവർ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ കടവഴി പോയില്ലേ. അപ്പൊ പിന്നെ പുതിയൊരു മുന്നണി വന്നില്ലേ അവിടെ, മനസ്സിലായല്ലേ? അപ്പൊ അത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരുന്നതിനെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക്. പിന്നെ ഞങ്ങളെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള അത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ആന്റി ഇൻകുമൻസി ഫാക്ടർ എന്ന് പറയുന്നൊന്നും ഇവിടെ ഇല്ല. നരേന്ദ്രമോദിയെ വെറുക്കുന്നവർ പോലും ഈ ഭരണത്തില് അവര് വലിയ ന്യൂനതകളൊന്നും കാണുന്നില്ല. അഴിമതികളെ കുറിച്ച് അവർക്ക് പറയാനില്ല. നരേന്ദ്രമോദിയെ വെറുക്കുന്നവരുണ്ട് രാജ്യത്ത്, ഉണ്ടാവുമല്ലോ. അതിപ്പോ എത്ര ഇനിയിപ്പം മഹാത്മാഗാന്ധിയെ വെറുക്കുന്നവരുണ്ടാവുമല്ലോ. അതിപ്പോ എല്ലാവരും ഇപ്പൊ നമ്മളെ വാക്യം ഇലക്ഷനിൽ വലിയ ചർച്ചയായിരുന്നു. കാര്യം മഹാത്മാഗാന്ധിയെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നാട്ടുകാർ. അല്ല, അത് നരേന്ദ്രമോദി പറയാൻ ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 60 വർഷക്കാലം, 60 വർഷക്കാലം എന്ന് പറയാം, ആണെങ്കിൽ അത് കൂടുതൽ കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അല്ലേ. അപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിയെ ലോകം അറിയുന്ന തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിയോ ഒരു കാര്യങ്ങളോ അവർ ചെയ്തിരുന്നില്ല വേണ്ടതുപോലെ. അപ്പോൾ ആ മഹാത്മാവായിരുന്ന അദ്ദേഹത്തെ, രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരു സംവിധാനവും ഒരുക്കിയിരുന്നില്ല. എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം? അതായത് ഈ രാഷ്ട്രശില്പി എന്നാണല്ലോ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അത് തന്നെ ഏറ്റവും വലിയ അങ്ങനെയുള്ള വ്യക്തിത്വത്തിനെ ലോകസമക്ഷം അവതരിപ്പിക്കുന്നതിൽ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെ പൊതുജനങ്ങൾ അറിയേണ്ടി വന്നത് ഇങ്ങനെ ഒരു സിനിമയിൽ കൂടിയായി ആയത് തന്നെ ദൗർഭാഗ്യകരമായി പോയെന്നുള്ള അർത്ഥത്തിലാണ് ശ്രീ പ്രധാനമന്ത്രി അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചത്. അല്ലാതെ അങ്ങനെയാണ്. അല്ലാതെ ഇവര് പറയുന്നത് പോലെ തന്നെ ഇവര് പല രീതിയിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളും ഈ നരേന്ദ്രമോദിയും BJPയും ഇന്നേ വരെ മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തി കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ ഉയർത്തി തന്നെയാണ് കാണുന്നത് ഇന്നും എന്നും. നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം നോക്കുമ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് സൂചിപ്പിച്ചു. ശരിക്കും ഒരു പുതിയ ഭരണമാറ്റം കേരളത്തിൽ ജനം ആഗ്രഹിക്കുന്നുണ്ടോ? അത് എന്നേ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടുത്തെ കേരള ജനത?
പക്ഷെ അവർക്ക് അത് സാധ്യമല്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂരിപക്ഷമുള്ള ഒരു പിന്നെ സർക്കാരിനെ പെട്ടെന്നൊന്നും ജനങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യില്ല. കാരണം ജനങ്ങൾ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ജനത്തിന് 5 വർഷം അവർക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ. 5 വർഷക്കാലം അവരെ സഹിച്ചല്ലേ പറ്റുള്ളൂ. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ലേ അവർക്ക് അതിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇനിയൊരു മാറ്റം വരും കേരളത്തിൽ. തീർച്ചയായും ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഇത് മിക്കവാറും ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ ചിലപ്പോൾ മന്ത്രിസഭയായിരിക്കാൻ സാധ്യതയാണ് കാണുന്നത്. ഒരു മന്ത്രി ജയിച്ചു വന്നു. മന്ത്രിമാരില്ലെങ്കിലും ഇവിടെ ജയിച്ചില്ലെങ്കിലും കേന്ദ്രത്തിൽ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു സീറ്റ് പോലും ജയിക്കാത്ത കാലത്തും കേന്ദ്രമന്ത്രിസഭയിൽ BJPയുടെ മന്ത്രി സുരേഷ് ഗോപി മന്ത്രിയാവും. തീർച്ചയായും ആവും. സുരേഷ് ഗോപി ആവും. ഇവിടെ നിന്ന് തോറ്റ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും അടുത്ത ക്യാബിനറ്റ് മന്ത്രി തന്നെയാണ്. അതൊക്കെ ഉറപ്പ് തന്നെയാണ്. അദ്ദേഹം ജയിച്ചാൽ കാരണം അദ്ദേഹത്തിനൊക്കെ അതിനുള്ള കഴിവും പ്രാപ്തിയും അപ്പോഴേ അപ്പൊ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കേരളത്തിലെ BJP സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും. അത് പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൂടി അത് ജനത്തിന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി തന്നെ അടുത്ത് പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യം ഞങ്ങള് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് തീർച്ചയായും അങ്ങനെ തന്നെ ഉണ്ടാവും. അതെ, തീർച്ചയായും. പിന്നെ രാജീവ് ചന്ദ്രശേഖറും മന്ത്രി തന്നെയാണ്. അദ്ദേഹവും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലവും തിരുവനന്തപുരം ആയിരിക്കും. വീണ്ടും അദ്ദേഹം തന്നെ ആയിരിക്കും തിരുവനന്തപുരം പിന്നെ പാർലമെന്റ് മണ്ഡലത്തില് ശരിക്കും സുരേഷ് ഗോപിയെ പോലെ നിറഞ്ഞ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം ഈ മേലിലും തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സേവനം പ്രവർത്തന മേഖല അദ്ദേഹം തിരുവനന്തപുരം തന്നെ ആയിരിക്കും. അത് അദ്ദേഹം ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഉറപ്പല്ല. ഇപ്പോ കാര്യം ഒന്നിലും ഉറപ്പില്ലല്ലോ. കാര്യം രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കാമല്ലോ. ഇതുവരെയുള്ള പ്രതീക്ഷ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വേണ്ടെന്ന് ചെയ്യുമെന്നാണ്. അദ്ദേഹം ഇലക്ഷൻ അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ മുന്നോടി തന്നെയാണ് ഇപ്പോൾ ഒരു വെള്ളക്കെട്ട്, തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അല്ല, ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി 200 കോടി രൂപയുടെ ഒരു ഫണ്ട്, ഒരു കേന്ദ്ര വിഹിതം. അതിന് മുമ്പ് കേന്ദ്ര വിഹിതത്തിന് മുമ്പ് വെള്ളപ്പൊക്ക ദുരിതത്തിൽ മരിച്ച ആയിരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷമാണ് എമൗണ്ട് പ്രഖ്യാപിച്ചത് അല്ലേ? അതല്ല, അതൊക്കെ കേന്ദ്രത്തിലെ എന്തൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ പടിപടിയായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഗവൺമെന്റാണ് കഴിഞ്ഞ ഗവൺമെന്റ്. ഇനിയും അങ്ങനെ തന്നെയാവും. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി നടത്തിയിട്ടുള്ള സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ. അവര് ഇനിയും അത്തരം കാര്യങ്ങളിലൊന്നും പിന്നോട്ട് പോവില്ല. ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് നിറവേറ്റി. ഈ പോയെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരനായിട്ടല്ല പോയത്, അയാൾ BJP ചേർന്നിട്ടാണ് പോയത്. പലരും BJPയിലോട്ട് വന്ന ഇടതുപക്ഷക്കാർ ധാരാളം പേര് വലതുപക്ഷത്തുനിന്നും ഇടതുപക്ഷത്തുനിന്നും BJPയിൽ വന്നിട്ടുണ്ട്. അവരുടെ വോട്ടാണ് BJP കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടോ വലതുപക്ഷത്തിന്റെ വോട്ടോ അല്ല BJP കിട്ടിയിട്ടുള്ളത്. അതിന് ഉദാഹരണം നമുക്ക് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം തന്നെ എടുക്കാം. ആ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? ഇവർ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് അവിടെ പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അവർ ഈ പറഞ്ഞല്ലേ, തിരുവനന്തപുരത്തൊന്നും അവിടെ നിന്നൊക്കെ ആൾ വന്ന് അവിടെ ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. അവർക്ക് കിട്ടേണ്ടതായ മാക്സിമം വോട്ട് അവർ പിടിക്കുകയും ചെയ്തു. കോൺഗ്രസിനും കിട്ടേണ്ട വോട്ട് അവിടെ പിടിക്കുകയും ചെയ്തു. പക്ഷെ BJPയും ഈ 3 സ്ഥാനാർത്ഥികളും തമ്മിലുള്ള വോട്ട് അന്തരം എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ ഇടതുപക്ഷക്കാരന്റെ വോട്ടാണെന്നും വലതുപക്ഷക്കാരന്റെ വോട്ടാണെന്നും അവിടെ പറയാൻ യാതൊരു ന്യായവും ഉണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ അവര് മാക്സിമം അവര് നെക്ക് ഫൈറ്റ് ആയിരുന്നല്ലോ അവിടെ. മാക്സിമം പിന്നെ കോൺഗ്രസും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും വളരെ നേരിയ ഇതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് നോക്കാം,
അവർ തമ്മിൽ ശരിക്കും ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിന്റെ വോട്ട് വലതുപക്ഷത്തിനും കിട്ടിയിരിക്കുന്നു. അപ്പം അവിടെ എന്നാൽ BJP അവിടെ നല്ല ഒരു മുന്നേറ്റം നടത്തുകയും ചെയ്യും. അതൊരു മോശം പ്രകടനമായിരുന്നില്ല അവിടെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന്റെ വോട്ടൊന്നും BJP ഇടതുപക്ഷക്കാരന്റെ വോട്ട് BJPക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ ഈ സ്ഥാനാർത്ഥിയുടെ ഡിഗ്നിറ്റി മനസ്സിലാക്കി, യോഗ്യത മനസ്സിലാക്കി, പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ദേശീയ രാഷ്ട്രീയത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഇവിടെ കുറെ നിഷ്പക്ഷപാതിയായിട്ടുള്ള ആളുകളുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുണ്ട്. ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതെ, അത് ഈ ന്യൂനപക്ഷങ്ങളിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ. ന്യൂനപക്ഷത്തെ ഇതുവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതല്ലല്ലോ. അതിപ്പോ ഇവിടെ ഇപ്പോഴും അവരങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെയും എന്താണ്, കേരളത്തിലും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും രക്ഷകർത്താക്കൾ ഇടതുപക്ഷവും വലതുപക്ഷമാണ്. ഇവർ പറയണമെന്ന് പറഞ്ഞാൽ മറ്റവരുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാട് കടത്തും, നിങ്ങൾക്ക് അത് കിട്ടൂല, നിങ്ങൾക്ക് ഇത് കിട്ടൂല, മറ്റത് കിട്ടൂല എന്ന് അവരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശശി തരൂർ ഈ 15 വർഷമായിട്ട് തീരദേശ മേഖലയിൽ കാര്യമായ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവർ തന്നെ പറയണത് എന്താണ്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ഇവിടെ കാണാം. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശശി തരൂരിന് അവിടെ ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റാതെ തന്നെ തിരിച്ചു പോവേണ്ടതായ സാഹചര്യം പോലും അവിടെ ഉണ്ടായി. ജനങ്ങൾ വോട്ട് ചെയ്തു. അതെന്താണെന്നറിയാമോ? അവരെയും പേടിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം നിങ്ങൾ മറ്റവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സമുദായത്തിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ വരുമെന്നൊക്കെ ഉള്ള ആ ഒരു ആരോപണം അവരിലേക്ക് ചുമത്തി അവരെ കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴേ, കാരണം അവരൊക്കെ ഇപ്പൊ അത്രയും ലിറ്ററേറ്റ് അല്ലല്ലോ, അവർ ഇലിറ്ററേറ്റ്സ് അല്ല, അങ്ങനെ. അത് മാത്രമല്ല, ഒരു പള്ളിയിലച്ഛൻ തന്നെ പരസ്യമായിട്ടൊക്കെ ഇതിനെതിരായിട്ടൊക്കെ ഒരു പ്രസ്താവന നടത്തിയതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ ഒരു ഫാക്ടർ ആയിട്ട് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയിലുള്ള എല്ലാ മണ്ഡലങ്ങളും വളരെ അനുകൂലമായിട്ടാണല്ലോ വന്നത്, പ്രതികരിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായിട്ടുള്ള ജനമുള്ളത് സിറ്റിക്കകത്താണല്ലോ. അവരെ സംബന്ധിച്ച് അവരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ന്യൂനപക്ഷം കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരുന്നു, അതിന്റെ മുമ്പത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. രാജഗോപാൽ എത്തുന്ന സമയത്തും ന്യൂനപക്ഷം അപ്പോഴും അങ്ങനെയാണ്. അന്ന് 14,000 വോട്ടിനാണ് രാജഗോപാൽ പരാജയപ്പെട്ടത്. അന്ന് സംഭവിച്ചത് ഇതേ ഫാക്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ഫലം പുറത്തു വന്നു. കേരളത്തിൽ UDFന്റെ ഒരു തരംഗമായിരുന്നു. 18 സീറ്റുകളിൽ UDF വിജയിച്ചു. ഒരു സീറ്റിൽ സുരേഷ് ഗോപിയും വിജയിച്ചു. ഇടതുപക്ഷത്തിന് വലിയ ഒരു ക്ഷതം സംഭവിച്ചു. നേരിയ ഭൂരിപക്ഷത്തിൽ മന്ത്രി കൂടിയായ രാധാകൃഷ്ണൻ വിജയിച്ചു. എന്താണ് ശരിക്കും കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ ഒരു അപജയം അല്ലെങ്കിൽ ഒരു പരാജയം? ഇടതുപക്ഷത്തിന് പരാജയം വന്നിട്ടില്ല. കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷിയാണ്. അത് ഈ കടലിലെ തിര വരുമ്പോലെ കരയിലേക്ക് അടിക്കാൻ തിരിച്ചു പോകും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷിക്ക് ഇതൊന്നും ഒരു പേടിയൊന്നുമല്ല. ജനങ്ങൾ പരപ്പോവും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. തിരിച്ച് നിങ്ങളെപ്പോലെ പത്രമാധ്യമങ്ങൾ പറയുന്നത്, നിങ്ങൾ പത്രക്കാർ യഥാർത്ഥത്തിൽ എപ്പോഴും ഭരണകക്ഷിയുടെ കൂടെ നിൽക്കരുത്, പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കരുത്. ആ ചെയ്യുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോ എതിർക്കേണ്ടത് ജനത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കണം, അല്ലാതെ ഭരിക്കുന്ന കക്ഷികളുടെ കൂടെ നിൽക്കരുത്. നമ്മൾ ഭരിക്കുന്ന കക്ഷിയുടെ കൂടെ അല്ലല്ലോ, പ്രതിപക്ഷ ധർമ്മം നമ്മൾ നിർവഹിക്കുന്നു. പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ കൂടെ ഏറ്റാലേ അറിവില്ലാത്ത ജനങ്ങൾക്ക് നിങ്ങൾ ഉദ്ധരിച്ചു കൊടുത്താൽ അത് പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് മാധ്യമ സമൂഹം അധികാരത്തിൽ MLA MP ആയി കഴിഞ്ഞാൽ എല്ലാം നേടുന്നു ഒന്നും നടക്കില്ല. ഇത് യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യം പണ്ട് സോവിയറ്റ് റഷ്യയിലൊക്കെ നടന്നതല്ല, പന്നി തൊഴുത്താണ്. അവിടെ ചെന്നിട്ട് പണത്തിൻ്റെത്. തിരുവനന്തപുരത്ത് പണത്തിന്റെ കളിയാണ്. ഒരു പാവപ്പെട്ട പന്നി എന്ത് ചെയ്യുക? പണത്തിൽ ഓരോരുത്തർക്ക് പ്രവർത്തകർക്ക് പൊറോട്ട ഇറച്ചിയും മേച്ചു കൊടുക്കുമ്പോൾ കഞ്ഞിവെള്ളം പോലും കൊടുക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യും? പന്നിയും തോറ്റു. കാര്യം അവർ പൊറോട്ട ഇറച്ചി വാങ്ങിച്ച് പ്രവർത്തകർക്ക് കൊടുക്കുന്നു, ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പുറത്തെ കഞ്ഞിവെള്ളം പോലും അങ്ങർക്ക് കുടിക്കാനില്ല. എന്താണ് അതിന്റെ കാര്യം? മുൻ MP ആയിരുന്നു, കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ നിർത്തിയില്ലെന്ന് വെച്ചാൽ അങ്ങർക്ക് മാസം 10,000 40 മാസം 10,000 പെൻഷൻ ഉണ്ട്. അതെന്ത് ചെയ്യാം? ഒരു 10,000 രൂപ കൊണ്ടുകൂടെ ജീവിക്കണമെങ്കിൽ എവിടെ റൂം എടുത്തൊക്കെ ജീവിക്കാൻ പറ്റും? അങ്ങേര് പാവപ്പെട്ടവൻ. അത് അങ്ങേർക്ക് ചിലവിന് കാശില്ല. നമ്മളെപ്പോഴുള്ള ഒരു 5-10 കൊടുത്തൊരു ഫണ്ട് ഉണ്ടാക്കി ആളുകളെ സംഘടിപ്പിച്ച് അതിനുള്ള അത് ചെറിയൊരു പാർട്ടി, അവർ CPI അല്ലേ, അവർക്ക് വലുതായിട്ടില്ല. ജനസ്വാധീനം ഉണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടിയാൽ അതനുസരിച്ച് അല്ല അവർ
5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് മസ്കറ്റിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കൊടുക്കാൻ ഒക്കില്ല. തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് പ്രവർത്തകരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കാണിച്ചാലേ പ്രവർത്തകരെ ഇന്ന് കിട്ടില്ല. ഇന്ന് പണമുള്ളവൻ്റെ പുറകെ പോകുന്നു. 2 പണച്ചാക്കുകൾ വന്ന് ചൂത് കളിക്കും പോലെ ഇവിടെ നിന്ന് കളിച്ചു. അതിലൊരു പണക്കാരൻ ജയിച്ചു. തിരിച്ച് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അങ്ങനെയുടെ വ്യക്തിത്വം ഒരു 5 വർഷം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാർ ഏത് പാർട്ടിയാലും ഇലക്ഷന് മുമ്പ് ഒരു 5 വർഷം നീ അവിടെ നിന്ന് നടത്തി എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാന്ന് പറയില്ല. ഇത് സ്വന്തം ഇഷ്ടത്തിന് കാശും ചെലാക്കി കഴിഞ്ഞ MP രാജ്യസഭ MP ആയിരുന്നപ്പോഴത്തേക്ക് അയാളെ സ്വന്തം ഇഷ്ടത്തിന് ആർക്ക് പനിയോ ജലദോഷമോ തൂക്കേടോ അസുഖം വന്നാലും വീടുകളിൽ കയറി ഇറങ്ങി അയാളുടെ സ്വയം അധ്വാനത്തിൻ്റെ ഇതിൽ കുറച്ച് ആൾക്കാരെ കിട്ടി. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വോട്ട്. കാര്യം മോദി പറഞ്ഞ് ഇസ്രായേലിനെ ഒന്നും ചെയ്യരുത്, അത് പാലസ്തീനെ നമ്മൾ വേണ്ട, ഇസ്രായേൽ പുണ്യ രാജ്യമാണ്, യേശു ക്രിസ്തു. അങ്ങനെ വന്നപ്പോൾ ലൂർദ് മാതാവിൻ്റെ ആളുകൾ അപ്പം തിരിച്ചൊരു സംവിധാനം കൊടുക്കണ്ടേ. അതിന് പകരം കുറേ അത് ഞാൻ പറയണതല്ല, അതാണ് ഇലക്ഷൻ അന്ന് പാലക്കാട് എന്ന പള്ളിയിൽ മെഴുകുതിരി കത്തിക്കും പോലെ സുരേഷ് ഗോപി എന്ന് മെഴുകുതിരിയും കത്തിച്ച് വോട്ട് ചെയ്യാൻ പോയതും എല്ലാം. അതാണ് ക്രിസ്ത്യാനികൾ അവിടെ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കുഴിമാടത്തിൽ പോണത്തിനാണ്. അതുപോലെ അപ്പൊ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഇപ്പൊ ഇയാൾക്കൊരു മന്ത്രിസ്ഥാനം പോലും കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം കറയറ്റ ഹിന്ദുവാദികളാണ് അവിടെ ഇരിക്കുന്നത്. ഇയാൾ ഇത് ചെയ്തുകൊണ്ട് ഇയാൾക്കൊരു സഹമന്ത്രി പോലും കൊടുക്കാക്കില്ല. ഇയാള് എല്ലാവരെയും വേണമെന്നാണ് പറഞ്ഞത്. എല്ലാ സമുദായവും ജാതിയും മതമൊന്നുമില്ല, എല്ലാവരും വേണം. അങ്ങനെ ഒക്കില്ല. അവരെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളെ വാഴ്ത്തപ്പെടുക. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തെ ഇവിടുത്തെ ന്യൂനപക്ഷം ഒരു ഭാഗം വിചാരിച്ചു ഇത് മാറണം, മാറ്റിയേ പറ്റുള്ളൂ. അതിന് ഞാൻ വലിയതായിട്ട് പറയില്ല, കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീർ വരെയുള്ള പള്ളികളിൽ അവർ ചോദിച്ചു അടുത്ത മന്ത്രി ആര് വേണം, പ്രധാനമന്ത്രി, നമുക്ക് ദോഷമില്ലാത്തവനെ തിരഞ്ഞെടുത്ത് കൊടുക്കും. പണ്ടാണെങ്കിൽ ഈ UP മുസ്ലിങ്ങളുടെ ഗൂണ്ടായുസ ഒരു നേതാവ് വരും, ഇന്നർ കോട്ടി. ഇന്ന് അങ്ങനെയല്ല, അവർ എല്ലാം കൂടി ഏകോപനം നടത്തി. മോദി വേണ്ട, അതിൻ്റെ ഇതാണ് പ്രതിഫലിച്ചത്. അതിൽ പെട്ട കേരളത്തിലും വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്, പക്ഷെ അവരും നോക്കണത് ഇവിടെ 2 പേരെ ജയിച്ചാലും കൈപൊക്കേണ്ടത് അവരല്ല. അപ്പം മറ്റവൻ തന്നെ ഇരിക്കട്ടെന്നു അല്ല, അവരെ അവതാരം കൊണ്ട് കൊടുത്തതല്ല. സ്വന്തം ഞാൻ ചോദിക്കട്ടെ, 19 പേരോടെ കേന്ദ്രത്തിൽ ചെന്ന് കേരളത്തിന് ഒരു കിലോ അരി ചുമ്മാ തരാൻ പറഞ്ഞു, 1 കിലോ പഞ്ചസാര ചുമ്മാ തരാൻ പറഞ്ഞു. ഇല്ല, ശബരിമലയെ രക്ഷിക്കൂന്ന് പറഞ്ഞു. ശബരിമലയെ രക്ഷിക്കാൻ തരാണ് മോദി. കാര്യം അവിടെ പണമുള്ള ക്ഷേത്രമാണ്. ഇതങ്ങോട്ട് കൊള്ളയടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാവപ്പെട്ട ഗണപതിക്ക് ഒരു പാട്ട എണ്ണ വാങ്ങിക്കാൻ നടക്കും. അല്ലാതെ ഈ MP മാരൊന്നും ചെയ്യില്ല. അപ്പൊ അവരെ കഴിവുകൊണ്ടാണ് ജയിച്ചത്. ഇല്ല, ഇവര് പോയത്. അതേസമയം ഇത് നേരെ അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും വരുമ്പോ ഇപ്പൊ ഒരു പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് അവര് നോക്കേണ്ടത് പോകാനടുത്ത് ഇപ്പൊ അപ്പൊ ഒരു ഭരണമാറ്റം കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളമായിട്ട് ഇത് ബന്ധപ്പെടണ്ട. നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് പാർലമെന്റിനകത്ത് ഒരു ചുവന്ന കൊടി പോലും വരരുതെന്നാണ് അവർ നിശ്ചയിച്ചത്. പക്ഷെ ഇന്ന് 8 ചുവന്ന കൊടി പിടിക്കാനുണ്ട്, 8. അപ്പൊ കേക്ക് എങ്ങനെ? CPI MLA 2 പേരുണ്ട് ബീഹാറിൽ നിന്ന്, ഇവിടെ നിന്ന് 1, രാജസ്ഥാനിൽ നിന്ന് 1, തമിഴ്നാട്ടിൽ നിന്ന് 2. അങ്ങനെ 8 പേരെങ്കിലും ഒരു കൊടി ഒന്നും പരാജയമല്ല. അവിടെ ചുമന്ന കൊടി തൊഴിലാളി വർഗത്തിന്റെ അധ്വാനിക്കുന്നവന്റെയും അടിമേരെയും കൊടി പിടിക്കാൻ ഒരാളെങ്കിലും വേണം ഞങ്ങൾക്ക്. അല്ലാതെ അവിടെ ഇരുന്ന് സൂഹിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ശശി തരൂരിനെ പോലെ 400-500 കോടി രൂപ എന്നുകൊണ്ട് കളിക്കാനല്ല നമ്മൾ ആളുകൾ അവിടെ പറഞ്ഞയക്കുന്നത്. നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ നിൽക്കുക, കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അവിടെ ചെന്നിട്ട് പാർലമെന്റിൽ ഇരുന്ന് സൂഹിച്ച് യാസി ഇരിക്കണമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് അവിടെ പിടിക്കാൻ എന്തായാലും ഇപ്പൊ ഏതായാലും 3-4-5 പേര് അവിടെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ പാവപ്പെട്ട പണ്ട് രാജ്യസഭയും പ്രഭുസഭയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടെയും ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് തന്നെ ആളിനെ വിട്ടത് ആ കമ്മ്യൂണിസത്തിൽ, ആ കാലത്തിൽ. അതിനകത്ത് എന്ത് നടക്കുന്നു നമുക്കറിയണ്ടേ. നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടാവണം. നമ്മൾ ഒരു പ്രതിനിധിയായിട്ട് ആരെങ്കിലും ഒരു ചുമന്ന കൊടി പിടിക്കുന്നതിനകത്തുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ നടക്കുന്നത് ഇന്നതാണ്. അവിടെ എന്തിനാണ് മുച്ചീട്ട് കളിയോ കള്ളക്കിടത്തോ എന്താണ് അതിനകത്ത് നടക്കുന്നത്? അതിനകത്ത് നടക്കുന്ന വെളിലോകം അറിയണം. അത് നമ്മളെ ആളുണ്ട്. അല്ലാതെ ഇവിടെ നമുക്ക് എല്ലാവരെയും കൂടെ ജയിപ്പിച്ച് അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ? നിങ്ങൾ പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ നോക്കിയെടുക്കുക, അതിന് നന്നാക്കുക രാജ്യത്തിൽ. ഇത് ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റതിനും വിദ്യാഭ്യാസത്തിനും എല്ലാം നോക്കും. കേരളം നമ്മൾ ഇത്രയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയില്ലേ. ഇതുപോലെ ഇല്ലാത്ത കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് നോക്കി നിങ്ങൾ ഒരു ട്രെയിനിൽ കയറി തന്നെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ജീവിതം. ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി, ഇപ്പോഴാണ് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ശുചിത്വ ഭാരത് നമ്മളെ വീടുകളിലൊക്കെ 40 വർഷത്തിന് മുമ്പേ 2-3 കക്കൂസുള്ള വീടുകളാണ്, ബെഡ്റൂമിലും കക്കൂസും ഒക്കെ. അപ്പോൾ പിന്നെ നമ്മളെ ഇതും അവിടുത്തെ ഇതുമായിട്ട് നോക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ഇപ്പോഴാണ് കക്കൂസ്. അപ്പൊ അവർക്ക് കക്കൂസ് അറിഞ്ഞുകൂടാ. കക്കൂസ് കൊടുത്തു, പക്ഷെ വെള്ളമില്ല. ആ ഡൽഹിയിൽ വെള്ളം ഇല്ലാതെ ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ആടിയല്ലോ വെള്ളത്തിന്. എല്ലാവർക്കും കക്കൂസിന് ലോൺ കൊടുത്തു.
കുടിക്കാനല്ല കക്കൂസ്, ഇപ്പൊ കക്കൂസ് കെട്ടിക്കൊടുത്ത് അവർക്ക് അറിഞ്ഞൂടെ കക്കൂസ്, അവർ റോഡിൽ പോകും അല്ലെങ്കിൽ പറമ്പിലൊക്കെ പോകും. പക്ഷെ കഴുകാൻ വെള്ളമില്ല. കഴുകാൻ വെള്ളം കിട്ടുമ്പോ ആഹാരത്തിന് അരിയില്ല. കക്കൂസ് കൊടുത്തു, ശരിയാണ്, കക്കൂസ് കൊടുത്ത് ആഹാരം ഉണ്ടെങ്കിലേ മറ്റൊരു പോകാൻ പോകും. അപ്പൊ അതിന് വെള്ളമില്ല. എന്നാ ആദ്യം വെള്ളം ഉണ്ടാക്ക്. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് എല്ലാം സമ്പൂർണ്ണ തന്നെ. ഇവിടെ ആരും കക്കൂസിന് ലോണൊന്നും കൊടുക്കണ്ട. അപ്പൊ ഇത് കണ്ട് ഇതേ രീതി അങ്ങോട്ട് വരുത്തട്ടെ. കേരളത്തിലെ അവസ്ഥയല്ല ഉത്തരേന്ത്യയിലെ അവസ്ഥ എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു സമുദായക്കാര് അവര് ഒന്നുകൂടി ഒരു കാലമില്ലാതെ ഇന്ത്യ ഒട്ടുക്ക് കൂടിയാലോചിച്ച് തീരുമാനം എടുത്തു. കൂടിയാലോചിച്ചിട്ട് അവർക്ക് ആരാണ് നമുക്കിത് എന്ത് ചെയ്യണം, അവരൊരു തീരുമാനം എടുത്ത് അത് വെളിയിൽ അറിഞ്ഞില്ല. അവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളിയറിയില്ല. അവര് കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീർ വരെ അവരെല്ലാം സംസ്കരിക്കുകയും പള്ളിയുണ്ട്. അവരവിടെ ചെന്ന് ചോദിക്കണം, അവരെ ഉസ്താദിന്റെ അടുത്ത് ചോദിക്കണം നമുക്ക് എന്ത് ചെയ്യണം. പഴയ കാലത്താണെങ്കിൽ ഓരോരോ ഗൂണ്ടകളാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല, അവർ എന്ത് ചെയ്യണം, അത് ഇന്നാര് വന്നാൽ ദോഷമാണ്, അത് എന്ത് ചെയ്യണം. അത് ഇപ്പൊ ഇങ്ങനത്തെ രീതി വന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഐക്യമുന്നണിയുണ്ട്, അവർക്ക് വോട്ട് ചെയ്ത് നമ്മൾ പ്രാദേശിക കക്ഷികളെ. അതാണ് യു.പിയിലൊക്കെ കണ്ടത്. യു.പിയിൽ അങ്ങനെ ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെ നോക്കില്ല. കാര്യം ഒരു ഭരണകക്ഷിയായിരിക്കും, രണ്ടുപേരും തുല്യ ശക്തിയായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഇലക്ഷൻ നടന്നല്ലേ കൂടും. അപ്പൊ ഇവരെന്ന് താന്നു കൊടുക്കുന്ന എന്തിനാണ്? പോണെങ്കിൽ അവർ പോകും. അവിടെ ചെന്നിട്ട് എന്തിനാണ്? അവിടെ ഈ 19 പേര് കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടെ ചെന്ന് ഹോട്ടലിൽ മുറിയെടുത്താമല്ലോ. ശശി തരൂർ പോയ എന്തിനാണ്? അവിടെ കാണും. നേരെ വിദേശത്ത് പോകും. അവിടെ സൂഹിക്കാനല്ലേ പോണേ, എന്റെ പേരും പറയും. അപ്പൊ അത് നമ്മൾ ഇവിടെ പരിപാടി നടത്തുക, ഇവിടെ ഉദ്ധരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ല അവിടെ എന്തിനും പോണത്? 1-2 വരെ പോട്ട്. അതുകൊണ്ട് ഇലക്ഷനിൽ ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ജനത്തിന്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പൊ കേരളത്തില് ഇനി ഈ ഒരു പരാജയം ഇടതുപക്ഷത്തിന് ഒരു തരത്തിലും ബാധിക്കൂല എന്നാണ് പറഞ്ഞത്. ബാധിക്കുകയല്ല, അത് ജനങ്ങളെ ഇടയിറങ്ങി ഈ കുറ്റങ്ങളൊക്കെ കാണും, തെറ്റുകുറ്റങ്ങൾ കേട്ട് അതിനെ പാർട്ടി വിലയിരുത്തും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉള്ളവരുണ്ടല്ലോ പ്രാദേശികമായിട്ട്. അത് എന്താണ് ഇതിന്റെ പാവപ്പഴ, നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, അതിനെ തിരുത്തി മുന്നോട്ടോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അങ്ങനെ തന്നെ. ഉടൻ ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാവും. മന്ത്രിസഭ വികസനം, ഒരു ദേവസ്വം മന്ത്രി പോയാൽ അടുത്തൊരു മന്ത്രി ഇരിക്കണം, ആർക്ക് ചാർജ് കൊടുക്കാൻ, ക്ഷേത്രത്തിലെ വിളക്കെത്തിക്കാൻ, എണ്ണ ഒഴിക്കാൻ ആളൊക്കെ കാണും. അവര് ചാർജല്ലേ ഉള്ളൂ. അതാരെങ്കിലുമൊക്കെ പുതിയ മന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. അതാരും പറയാൻ പറ്റില്ല. അത് അവരവരെ പാർട്ടികൾ ഇപ്പം ഒരുപാട് കക്ഷികളുണ്ട്. ഇപ്പം അവര് തീരുമാനിക്കും ഇന്നാരും കൊള്ളാം, അത് തീരുമാനിക്കുന്നവരാണ്. നമ്മളെപ്പോലെ വെളിയിരിക്കുന്നവർക്ക് അറിയില്ല. നമ്മളെ പറയണ അങ്ങനെ ഒരു ഇതല്ലല്ലോ. ആലപ്പുഴയിലുണ്ടായിരുന്ന MP ആരിഫ് ഒരു ജനകീയനായ MP ആണ്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ വെച്ച ഒരു നേതാവ്. എന്താണ് ശരിക്കും ആലപ്പുഴ? നമ്മുടെ ആലപ്പുഴ കുറച്ച് പ്രാദേശികമായിട്ട് ഒരു പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അത് എന്താണെന്ന് പഠിക്കാതിരിക്കുമ്പോഴാണ് ഇലക്ഷൻ കൂടെ വന്നത്. അപ്പൊ അതിനെ തെറ്റുതിരുത്തി മാറ്റിയിരുന്നെങ്കിൽ വീണ്ടും ഒരു വിജയം വന്നേനെ. അപ്പൊ അതിൽ ആരാണ് തെറ്റുകാരെന്ന് കണ്ടെത്താതെ അപ്പോഴത്തേക്ക് ഇലക്ഷൻ വന്നു പോയി. പിന്നെ ഇതിൽ BJP പോലുള്ള കക്ഷികൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും 100 കോടി 5-6 വോട്ട് വാങ്ങിക്കും. വോട്ട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, അല്ല നേടി. ഇടതുപക്ഷം വലിയ പ്രതീക്ഷ ഈ ഇലക്ഷനിൽ വെച്ചിരുന്നത് മലബാർ മേഖലയിൽ, മധ്യ കേരളത്തിൽ. അവിടെയൊക്കെ എറണാകുളത്തൊക്കെ 2 ലക്ഷം 2.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ജയിച്ചു. കോട്ടയത്ത് LDFന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സീറ്റ് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണിയിൽ നിന്ന് തിരിച്ചു വന്നു. മാണി കോൺഗ്രസ് ഏകെ ക്ഷയിച്ചു പോയിരിക്കുന്നു. മുന്നണി ശക്തിപ്പെടുത്താൻ കാലാകാലങ്ങളിൽ അവർ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികളാണ്. അവിടെ തീരുമാനം എടുക്കുന്ന എന്തോ അവർ ചെയ്യും. അല്ല, ശക്തി കേന്ദ്രം, കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം, അവിടെ വീണ്ടും UDFന്റെ ഫ്രാൻസിസ് ജോർജ് അവിടുത്തെ MP ആയി ജയിച്ചു വരുന്നു. മാണി കാലങ്ങളായി കേരള കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ഒരു സീറ്റ് LDFലോട്ട് മാറിയപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെടുന്നു. എപ്പോഴും കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ആ ഒരു മധ്യ കേരളത്തിലെ ഒരു സമൂഹം LDFൽ വിശ്വാസമില്ല, UDFലാണ് വിശ്വാസം എന്ന തരത്തിലോട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിനൊരു തെളിവല്ലേ അത്? അങ്ങനെയല്ല, അവിടെ നോക്കുന്നത് റബ്ബർ വ്യവസായം. അപ്പൊ അവർക്ക് ഓരോ കർഷകരൊക്കെയാണ്. അപ്പൊ അവർക്ക് നോക്കുന്നത് അവർ സാധനങ്ങൾ മൂല്യങ്ങൾ വിറ്റഴിച്ച് നല്ല ലാഭം കിട്ടുന്ന സംവിധാനം ആര് ചെയ്തു കൊടുക്കും, അവരെ കൂടെ നിൽക്കുള്ളൂ. ഇപ്പൊ UDF ആണ് അത് ചെയ്തു കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ UDF അല്ല, അവർക്കറിയാം ഇത് കേന്ദ്ര ഗവൺമെന്റ് റബ്ബർക്ക് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വില കുറവ്. അപ്പൊ അതിനാരെങ്കിലും ഇപ്പം കേന്ദ്രം പറയാം ഞങ്ങൾ 500 രൂപ ആക്കാന്ന് പറഞ്ഞാൽ അവരെ പുറകെ പോകും. അവരൊന്നും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരല്ല. അവർ പള്ളിയിൽ അച്ഛനും പറയുന്നതേ കേൾക്കുള്ളൂ.
പിന്നെ അതിൽ കുറെ നേതാക്കൾ, അല്ലാതെ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനൊക്കില്ല, ആശയങ്ങളുമില്ല. ആശയങ്ങളില്ല. കാര്യം നമ്മളെ പോലെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം. നമുക്കിപ്പോൾ കുഴിമാടോ നമ്മളെ കല്യാണോ നൂലുകെട്ടോ ഇതൊന്നും നമുക്ക് അവരെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ക്ഷേത്രത്തിൽ, ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ക്ഷേത്രത്തിൽ എന്നുള്ളതെന്ന് ആർക്കും പറയാൻ ഒക്കില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവില്ലേ പോവില്ല. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ ക്ഷേത്രം ഉണ്ടാക്കി പൂജ. അതുപോലെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് കുഴിമാടം, കല്യാണം, നിശ്ചയം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പേടിയാണ്. പള്ളി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. പള്ളി വിരട്ടും. മുസ്ലിം മതത്തോട് അങ്ങനെയുണ്ട്, പള്ളി വിരട്ടും. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് തുറന്നു പറയാം. ഇതാ ഇപ്പോഴിരുന്ന് ഞാൻ ഈ പറയണത് തന്നെ എൻ്റെ അടുത്ത് ആരും ചോദിക്കുന്നു, എൻ്റെ വീട്ടുകാർ പോലും ചോദിക്കണ്ട. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു. മറ്റത് എങ്ങനെയല്ല, അവരെ ചോദിക്കാൻ ഓരോരോ ഘടകത്തിൽ ആള് വരും. എന്തിനങ്ങനെ പറഞ്ഞു? പിന്നെ ഊരുവിലക്കായി, പിന്നെ അവന്റെ വീട് ഒറ്റപ്പെട്ടു. അതൊക്കെ അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. പിന്നെ വീട്ടിലെ കല്യാണത്തിന് ആള് വരില്ല, മരണം കഴിഞ്ഞാൽ അവരെ ദഹന ദഹിപ്പിക്കൽ അടക്കമൊക്കെ ബുദ്ധിമുട്ടിലാവും. അങ്ങനെയൊക്കെ അവർ പേടിക്കുന്നുണ്ട്. ആ പേടിയിൽ ഇതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. അപ്പൊ അവര് നോക്കുന്ന ആ ഒരു വർഗത്തിന്റെ കൂടെ നമ്മളെ ആളുകളല്ലേ ഗുണങ്ങൾ ആരും. ആ പേടി എന്നെ പോലുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ തുറന്നു പറയുന്നു, നമ്മൾ അധ്വാനിക്കണമെങ്കിൽ ജീവിക്കുന്നു. ഇത്രയും നല്ല ചെയ്യുന്നവർക്ക് കൂട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മളെ മാധ്യമ പ്രവർത്തകർ ചെയ്യും പോലെ എപ്പോഴും പ്രതിപക്ഷത്തിൽ നിന്ന് നോക്കുന്ന ആശയമാണ്. വെട്ടിത്തുറന്ന കാര്യങ്ങൾ അത് ചെയ്യണത് ശരിയാണോ എന്ന് നോക്കിയിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുകയല്ല, അവർ ചെയ്യുന്ന നല്ലതാണ് എങ്കിൽ അതിൽ എന്തെങ്കിലും പോരാൻ വേണ്ടി വിളിച്ചു. ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ ഇപ്പോ ഒരു പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണം വന്നതോടുകൂടി പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു വിദ്വേഷം ഇങ്ങനെ നീറിപ്പോയിരുന്നു. അത് ഈ ഇലക്ഷനിലും പ്രതിഫലിച്ചു എന്നാണ് പല തരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഇപ്പൊ ഇത്രയും വലിയ പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഭരിക്കേണ്ട കാലം കഴിഞ്ഞു പോയി. പക്ഷെ അത് എങ്ങനെ ഇവിടെ ഒരു വിപ്ലവം നടത്താമെന്ന് ഇതുവരെ പാർട്ടി കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ ഒരു പ്രവർത്തനം, ചിലര് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുകയല്ല, അതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാത്തവരാണ് നിൽക്കുന്നത്. ചിലർ പറയും ഭാരത് മാത, അവർക്ക് ഇത് വിളിക്കാൻ അലർജിയാണ്. ഇൻക്ലാബ് സിന്ദാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കഴിഞ്ഞിട്ട് അടുത്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഇത് എവിടെ നിന്നുണ്ടായി ഇൻക്ലാബ് സിന്ദാബ് അറിയില്ല. ഇത് ആന്ധ്ര ഭാഷയും. ഇൻക്ലാബ് സിന്ദാബ്, വിപ്ലവം വിജയിക്കട്ടെ. വിപ്ലവം ഏത് രീതിയാവാം, രക്തരഹിതമാവാം, രക്തമൊന്നും പോവാതെ രൂക്ഷതമാവാം, സമാധാനത്തിൽ കൂടെ വിപ്ലവം. അതാണ് ഇൻക്ലാബ് സിന്ദാബ്. അതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാത്തവരാണെന്ന് നടക്കുന്നത്. നിങ്ങൾ ആരുടെ ചോദിച്ചു നോക്കിയത് എന്താണ് ഇൻക്ലാബ് സിന്ദാബ്? മറ്റൊരു ഭാരത ഭാരതം ഉണ്ടായ എങ്ങനെയാണ്? 500,000-ഓളം നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഭാരതം ഉണ്ടായിരുന്നു. അപ്പം വഴിയെ പോണ വാടകക്കാരെ മറ്റേ അപ്പുറം ഇപ്പുറം കൂടെ ചേർത്ത് പിടിച്ചു വെച്ചിട്ട് ഭാരത് മാതാവ് എങ്ങനെയാണ് മാതാവ്? അപ്പം ഭാരത നമ്മളെ അമ്മ, അച്ഛനാര്? VS അച്യുതാനന്ദൻ ചോദിച്ച കണക്ക് കാളെ പശു അമ്മയാണെങ്കിൽ കാളെ അച്ഛനാന്ന് ചോദിച്ചില്ല. അതൊക്കെ ചോദ്യം വരെ. നമ്മളിപ്പോൾ ഇത് മാതാവാണ്. അപ്പൊ നമ്മളെ അമ്മ ആര്? അമ്മ മാതാവ്. ശരി, അച്ഛനാര്? അവിടെ ഒരു ചോദ്യം വരെയാണ്. ഇത് ഭാരത മാതാവാണെങ്കിൽ നമ്മുടെ ഇത് മാതാവ്, ശരി, അമ്മ. ഞാൻ തൊട്ട് എൻ്റെ അച്ഛനാര്? അച്ഛനില്ലാതെ ജനിക്കാൻ അവിടെയാണ് ചോദിക്കേണ്ടത്. തിരിച്ച് നിങ്ങൾ വേറെ ഇതേപോലെ ഞാൻ ചോദിക്കുക ഇൻക്ലാബ് സിന്ദാബാദ് എന്താണെന്ന് കേട്ടാൽ അവന് പറഞ്ഞു. എല്ലാവരും വിളിക്കുക, ഞാനും വിളിക്കും. അത് ഈ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള BJP-ക്കാരെ വിളിക്കില്ല ഭാരത് മാതാവ്. ഇത് ഇന്നലെ വരെ നമ്മളെ തിരുവിതാംകൂർ രാജാവിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ അവരോട് ചേരുമ്പോൾ നമുക്ക് ഇത് ഭാരത് മാതാവ് എന്നാവും. അപ്പുറത്ത് നിന്ന് വിളിക്കും. ഇത് 500,000-ഓളം നാട്ടുരാജ്യങ്ങൾ ഉള്ളടക്കി എടുത്തിട്ട് അതിനെല്ലാം കൂടെ നുള്ളിപ്പറക്കി വെച്ച് ആധാരമൊക്കെ എഴുതി വാങ്ങിച്ച് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഭാരത മാതാവ് എന്ന് നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. ഒരു വിപ്ലവം ആവശ്യമാണ്. പക്ഷെ എങ്ങനെ നടത്താമെന്ന് ഇതുവരെ കണ്ടു. പല ഇതും ചെയ്തു, പരാജയപ്പെട്ടു. അല്ല, പാർട്ടി ഇതിനു മുമ്പ് ഇന്ത്യ ഭരിക്കാനുള്ള സമയങ്ങളെ കഴിഞ്ഞു. പക്ഷെ പാർട്ടി ചെയ്ത കാര്യങ്ങളിൽ ചില പരാജയങ്ങൾ വന്നപ്പം വീഴ്ചകളും പരാജയങ്ങളും അത് തെറ്റിദ്ധരിച്ച് പഠിക്കുക. എപ്പോ പഠിച്ചു വരും? അല്ല, പഠിക്കാതെ അതല്ലേ ഞാൻ പറഞ്ഞ കടലിലെ തിര വരും പോലെ വരെയാണ്. കടൽ ഒരിക്കലും അവസാനിക്കില്ല, കരയും മാറിപ്പോകില്ല. അത് തിര വന്നോണ്ടിരിക്കും, കയറ് ഇറങ്ങും, കയറ് ഇറങ്ങും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്തിനിടയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് അതിനിടയ്ക്ക് ആരെങ്കിലും 2 അപ്പമൊക്കെ തരുമ്പോഴത്തേക്ക് ഭക്ഷ്യമൊക്കെ തരുമ്പോൾ അത് മാറിപ്പോകും. പിന്നെ കുറെ ഇവിടെ പട്ടിണി വരുമ്പോഴാണ് പിന്നെ ആലോചിക്കണം ഇന്നാരുണ്ടായിരുന്നു നമുക്ക് ആഹാരം പഞ്ചകാലത്ത് തരുമായിരുന്നു. അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചാലേ ഒക്കുള്ളൂ. അല്ലാതെ എന്നും വന്ന് 2 എന്തെങ്കിലും കാക്കി കൊടുക്കുമ്പോൾ ആഹാരം കൊടുത്തിട്ട് പോയാൽ അറിയും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കാം. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കല്ല. നമ്മൾ ഈ രോഗം ഉണ്ടായിട്ട് എത്രാമത്തെ തലമുറയിൽ നമുക്കേ അറിയില്ല. നമ്മളെക്കാളും ദുരിതങ്ങളും ഒരു കാലഘട്ടത്തിൽ ഇത് ഇരിക്കുന്ന സ്ഥലത്തിന് നമുക്ക് വിളിക്കാൻ ഒക്കില്ല. ഒക്കൂ? ജാതി രാജാഭരണകാലത്ത് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതിനൊരു ചിട്ടകളുണ്ട്.
അതൊക്കെ മാറിപ്പോയില്ല. അതുകൊണ്ട് കാലം തെളിയിക്കും. BJP ഒന്നും വേരോടിയിട്ടില്ല. കേരളവർമ്മ രാജ നിന്നു. ഹിന്ദു മുന്നണി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. അന്ന് BJP ഒന്നുമില്ല, ഇതേപോലെ വലിയ നേതാക്കളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറയാൻ തീരുമാനിച്ച സമയത്ത് ശങ്കരനാരായണ പിള്ള 5000 വോട്ടിനാണ് ജയിക്കുന്നത് കോൺഗ്രസിന്റെ. അപ്പോഴാണ് ഈ ഇദ്ദേഹം കുമ്മനം രാജശേഖരൻ കോട്ടയത്ത് നിന്ന് വരുന്നത്, ഇവിടുത്തുകാരനല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ, ഹിന്ദുക്കൾക്കും അറിഞ്ഞുകൂടാ, മുസ്ലിം ക്രിസ്ത്യാനിക്കും അറിഞ്ഞുകൂടാ. അത് ഈ പറഞ്ഞ സിറ്റിയുടെ ഹൃദയ ഭാഗത്ത് 2ാം സ്ഥാനം വന്നു. ഇതെങ്ങനെ വന്നെന്ന് അതിശയമാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടെ ഉണ്ട്. ഇപ്പൊ കുറച്ച് ഹൈന്ദവരുടെ വോട്ട് ഇന്നും ഉണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ BJP ജയിക്കേണ്ടതാണ്, പക്ഷെ എന്തുകൊണ്ട് ജയിച്ചില്ല? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയുടെ അല്ല, ഒരു ഘട്ടത്തില് BJP ജയിച്ചു എന്ന് വരെ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വരെ കുറെ ഭാഗത്തൊക്കെ ആൾക്കാർ ഇറങ്ങി തിരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നല്ലേ, ശശി തരൂര് തോറ്റുപോയി എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഈ സുരേഷ് ഗോപി ഗുരുവായൂർ തൃശ്ശൂർ കാണിച്ച പോലെ ഇവിടെ രാജഗോപാൽ എന്ന ആള് വ്യക്തിപരമായിട്ടുള്ള മുസ്ലിം പള്ളികൾ കയറി ഇറങ്ങിയുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. ഒരു സഹതാപതരങ്ങൾ, ഒരു സഹതാപമല്ല, അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും മതം എല്ലായിട്ടും ഒരു MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ഒരിടത്ത് ഇലക്ഷൻ നിൽക്കുന്ന പല സമുദായത്തിന്റെയും പലതിന്റെയും വോട്ടാണ്. അപ്പൊ അവരുടെ എല്ലാ കാര്യത്തിനും വേണം. അപ്പൊ ഞാനൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ നിൽക്കരുത്, അവിടെ എല്ലാ മതത്തിനും ഉണ്ടാവും. എല്ലാവരുമായി ബന്ധം. മുന്നണി എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മുന്നണി മാത്രമാണ്, ഹിന്ദു മുന്നണി മാത്രം വോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ആ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്ത് ഇത്രയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള കൗൺസിലർമാര് BJP വന്നത്. അതൊരു ഹാർഡായിട്ടുള്ള ഒരു തീരുമാനം ഇല്ല. വരും പോകും, ചിലപ്പം വരും, ചിലപ്പം കിട്ടുക. ഇപ്പൊ വീണ്ടും ഒരു BJPയുടെ കൗൺസിലർ മരിച്ചു പോയപ്പോഴത്തേക്ക് അവിടെ വന്നപ്പോഴത്തേക്ക് വേറെ പാർട്ടിയല്ലേ ജയിച്ചത്. അപ്പൊ അത് ഈ ഭാഗം അങ്ങനെ ഒരു 85 മുതൽ എനിക്കറിയാന്നുള്ളത് ഇങ്ങനെ ഒരു ഹിന്ദു മുന്നണി. അന്ന് BJP ഒന്നും ഇവിടെ വന്നില്ല. ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞാൽ കേരളവർമ്മ രാജൻ നിന്ന സമയത്ത് ഉണ്ടാക്കിയത് കുമ്മനം രാജശേഖരൻ ഇവിടുത്തുകാരനല്ല, അദ്ദേഹത്തിനോട് ആർക്കും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് 2ാം സ്ഥാനം കൊണ്ടുപോയി. അന്ന് ശങ്കരനാരായണ ഇവിടുത്തുകാരനാണ്, അവിടെയും കാരുപ്പാറ രവിയൊക്കെ ചേർന്ന് ഒരു 5000 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ ഒരു ഹിന്ദു വികാരം അത് ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇതിലാണ് തെറ്റിയും പറ്റി നിൽക്കുന്നത്. അല്ലെ രാജീവ് ചന്ദ്രശേഖരനോട് ആർക്കും പറഞ്ഞു ആ ഒരു പാർട്ടി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഹിന്ദു വികാരം. പിന്നെ ഇത് രാജഭരണകാലത്തെ ചുറ്റപ്പെട്ട് കിടന്ന ആളാണ്. രാജാവുമായിട്ട് ബന്ധപ്പെട്ട് തലസ്ഥാനം അങ്ങനെയാണ്, സെക്രട്ടേറിയറ്റ് പോലെ, നമ്മൾ സർക്കാരിന്റെ ജോലി ചെയ്യണ സെക്രട്ടേറിയറ്റ് പോലെ രാജഭരണകാലത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന ഒരു സമൂഹമാണ് തിരുവനന്തപുരത്തെ ഈ ഭാഗം. അപ്പൊ അവരുടെ ജനറേഷനാണ് ഈ ചെയ്യുന്നത് രാജഭരണകാലത്ത്. അപ്പൊ രാജാഭക്തിയുള്ള ആ വർഗത്തിൽ പറഞ്ഞ പണ്ടത്തെ കാലത്ത് അമ്മ വീടെന്ന് കേട്ടിട്ടുണ്ട്. അമ്മ വീട് എന്ന തറവാടുകളൊക്കെ ഈ പറഞ്ഞ ഭാഗത്താണ്. അപ്പൊ അതിലെ ജനറേഷനാണ് ഇതിലൊന്നും ഉള്ളത്. അവർക്ക് വേറെ ഒന്നുമില്ല, പഴയ രാജഭക്തി, രാജാവ്. ഇന്നും ചിലർ പറയും രാജഭരണം വന്നാൽ പോരെ, ചിലർ പറയും അത് എന്താണ് ദോഷമെന്ന് അവനറിയില്ല. അവർക്ക് ദോഷമൊന്നും അറിയില്ല. ആ ഒരു ഭക്തിയിലാണ് അത് പറയുന്നത്. ഭക്തിയിലാണ് ഇപ്പൊ രാജഭരണം വന്നൂടെ, എന്നാലേ പിടിച്ചോണ്ട് തലവെട്ടിയാലൊന്നും കുഴപ്പമില്ല, രാജഭരണം. ആ ഒരു വർഗത്തിന്റെ പിന്തുടർച്ച അങ്ങനെ തലമുറ 3-4 തലമുറ കഴിഞ്ഞ ആളുകളാണ് ഈ പ്രദേശത്ത് കൂടി താമസിച്ചത്. അവിടെയാണ് ഈ ഒതുങ്ങി. അല്ലാതെ അവിടെ ഹിന്ദുത്വമൊന്നും അല്ല. ഈ രാജാവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, രാജസേവകരും, അവരുടെ പട്ടാളക്കാരായിരുന്നാലും ശരി, അടുക്കളയിലെ ജോലിക്കാരായാലും ശരി, അങ്ങനെ ഒരു വർഗത്തിന്റെ ജനറേഷൻ ഇവിടെ കിടക്കുന്നു. കുറച്ച് ഹൈന്ദവ ജാതിക്കാരും. അതിലാണ് ഈ തിരുവനന്തപുരം ഇങ്ങനെ ഹിന്ദു മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാലും ആരൊന്നും നോക്കില്ല, ഹിന്ദു മുന്നണി. അതിങ്ങനെ ഓരോ സമയവും ഇങ്ങനെ, പക്ഷെ അതിനെ ഏകോപിക്കാൻ ഇന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ശരിക്കും ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത്? വയനാട് ഒരു പാവപ്പെട്ട പയ്യനെ അടിച്ചു കൊന്ന കേസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു സംഭവം. പിന്നെ പോലീസ് ടെസ്റ്റ് എഴുതി 13,900 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. ആർക്കും ജോലിയില്ല. അതിലുള്ള ഏകദേശം പയ്യന്മാരും സോഷ്യൽ മീഡിയയിൽ സമരം കിടന്നുകൊണ്ട് സമരം നടന്നു. പിന്നെ കാലാവധി കഴിഞ്ഞു. പിന്നെ KSRTCയിൽ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പിന്നെ അത് കഴിഞ്ഞ് വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, സാക്ഷരതാ പേരക്ക്, അംഗൻവാടി ടീച്ചേഴ്സ്, സപ്ലൈകോം ഇവർക്കാർക്കും 8 മാസം കൊണ്ട് ശമ്പളമില്ലായിരുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി. കേരള സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ആളിക്കത്തി. ഇത് UDFന് തുണയായി. അങ്ങനെയാണ് UDF. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു നിയമനം എന്ന് പറഞ്ഞത്
ഈ യൂണിവേഴ്സിറ്റി സർവകലാശാല നിയമനം PhD ബിരുദം ഉള്ള കേസ് നമ്മളെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞൂടെയായിരുന്നു. മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ വന്നപ്പോഴാണ് ഇവിടെ സർവകലാശാലയുടെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ബിരുദം PhD എടുത്ത ഇത്ര ആൾക്കാർ പ്രൊഫസർമാരായി പല കോളേജുകളിലുമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇത് ആൾക്കാർ വായിച്ചപ്പോൾ ഇതെല്ലാം ഉണർവുണ്ട്. അതൊരു പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞ് ആരോഗ്യ മേഖലയിൽ പിന്നെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പിൻവാതിൽ കൂടെ നിയമനം. പിന്നെ ഇതിന്റെ അടുത്ത സംഭവം നമ്മളെ തിരുവനന്തപുരം മേയറും ഒരു KSRTC ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഉണ്ടായ സംഭവം അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. മേയർക്കെതിരെ ഭയങ്കര ജനവികാരം. മേയറായിട്ട് തുടരുന്നുണ്ട്. പക്ഷെ അത് വോട്ടിന്റെ ഇതായി മാറിയത് നമുക്ക് ഉദാഹരണം എടുക്കാം. കഴക്കൂട്ടം മുതല് 5 മണ്ഡലത്തില് നമ്മളെ CPM വർക്ക് ചെയ്യുന്ന സഖാക്കളെല്ലാം മാറി BJPക്കാണ് വോട്ട് ചെയ്തത്. CPM BJP വോട്ട് വെച്ചോ എന്ന് പറയുമ്പോൾ കഴക്കൂട്ട ഏരിയ എന്നത് സാധാരണ നിലയിൽ കഴക്കൂട്ടം മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലവും അവിടെ നിന്ന് കംപ്ലീറ്റ് വോട്ടും മാറി. വട്ടിയൂർക്കാവ് മേയർ DK പ്രശാന്ത് ബ്രോ നിന്നപ്പോഴ് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. അവിടെ ഉള്ള ഏകദേശമുള്ള 10-15 കൗൺസിൽ വാർഡുകളിലും നമ്മളെ സഖാവ് പന്യൻ ലീഡ് ചെയ്തിട്ടില്ല. BJP ആണ്. ഈ വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടൊക്കെ BJPക്ക് വേണ്ടി വോട്ട് കച്ചവടം ചെയ്തു. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കറക്റ്റാ. അല്ലെങ്കിൽ ഈ വോട്ടൊക്കെ ഇവിടെ പോയി. അതൊരു ന്യായമായ ഒരു സംശയമാണ്. അല്ലെങ്കിൽ ഇത്ര ഏരിയ കമ്മിറ്റി വിരാഴ്ച തിരുവനന്തപുരം മണ്ഡലത്തില് CPM എന്ന് പറഞ്ഞ പാർട്ടി വിരാഴ്ച പന്യൻ 50,000 വോട്ട് ജയിക്കും. തീർച്ചയായിട്ടും 7 മണ്ഡലത്തില് ശശി തരൂർ ജയിച്ച 7 മണ്ഡലത്തിൽ 6 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ MLA-മാരുള്ള ഒരു കോവളം മാത്രമാണ് ഈ ഏരിയ സെക്രട്ടറിമാർ ആരും ആക്റ്റീവ് വർക്കറല്ല. ബ്രാഞ്ച് സെക്രട്ടറിമാര് പലയിടത്തും വർക്ക് ചെയ്തിട്ടില്ല. അത് ഏറ്റവും പരാജയമാണ്. പന്യനെ ഒരു ബലിയാടാക്കി കൊണ്ടിട്ട് CPIയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും ആറ്റിങ്ങലില് V. ജോയിയുടെ ഇലക്ഷൻ പോയി എന്നൊരു പരാതിയും ആരോപണമുണ്ട്. അത് ശരിയാണോ? നമ്മളെ ഉദാഹരണം എന്നിട്ട് പോലും ജോയിയെ ശരിക്കും ജയിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല എന്നുള്ളത്. കഴക്കൂട്ടം മേഖലയുള്ളവരൊക്കെ പ്രവർത്തനം അപ്പുറത്തായിരുന്നു. എന്താ വെച്ചാൽ 2 മണ്ഡലം അടുത്തടുത്തായിട്ട് കിടക്കേ. ആറ്റിങ്ങലും ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 51 ഇടതുപക്ഷ കൗൺസിലർമാരാണ്. ഇവരൊന്നും ആക്റ്റീവ് വർക്കറല്ല. അവരെല്ലാം മാറി നിന്നു. പാവപ്പെട്ട പന്നി സഖാവിനെ അവരെല്ലാം ബലിയാടാക്കി. ആ പാവപ്പെട്ട ആൾ ഇത്രയും കഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിന്നെ ക്ഷേമ പെൻഷൻ അത് 6 മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാമാണ് ഇടതുപക്ഷത്തിന് ഒരുപാട് പരാജയത്തിന് ആക്കം കൂട്ടിയ കാരണങ്ങൾ. കൃത്യമായി ഒരു പഠിച്ച ഒരു വിവരണമാണ് നിങ്ങൾ നൽകിയത്. ഓരോ എണ്ണിപ്പറഞ്ഞുള്ള ഒരു വിവരണം. അപ്പൊ ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടോ? മടങ്ങി വരണമെങ്കിൽ CPM ജനങ്ങളുടെ ഇടയിൽ പഴയതുപോലെ പ്രവർത്തിക്കണം. ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഇറങ്ങി പ്രവർത്തിക്കുന്ന സാഹചര്യം നേതാക്കന്മാര് അകത്തിരുന്ന കാര്യമില്ല. വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. സാധാരണക്കാരന്റെ ഇടയിൽ എത്തണം. അതിനെ ആൾക്കാർ ആഗ്രഹിക്കുന്നു. അപ്പൊ നോക്കാം. സോഷ്യൽ മീഡിയ ഒന്നും എല്ലാം സജീവമാണ്. ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ ന്യൂസ് എത്തിക്കുകയാണ്. അതെല്ലാം ജനങ്ങൾ കാണുകയില്ല. അങ്ങനെയാണ് സർക്കാരിന് ഒരു വിരുദ്ധ വികാരം ഉണ്ടായത് അല്ലേ? കോൺഗ്രസിന് ഞാൻ നോക്കിയിട്ട് പലയിടത്തും ബൂത്തിൽ പോലും അവർക്ക് ഇരിക്കാൻ ആളില്ല. ആളുകൾ വോട്ട് ചെയ്തു. പക്ഷെ അവർക്ക് ഇന്ന് ഒരു ശക്തമായ വോട്ട് ബാങ്ക് അവർക്കുണ്ട്. അതിലാണ് ജയിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇനി മടങ്ങിവരവ് അസാധ്യമെന്ന് പൊതുജനം. എന്നാൽ മടങ്ങിവരവ് ഉണ്ടാകുമെന്ന് മറ്റൊരു വിഭാഗം. ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഞാനും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.